ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ എടത്തനാട്ടുകാരുള്ളത്. എടത്തനാട്ടുകര നഫിലിൻ്റെ വീട്ടിലാണുള്ളത്. നഫിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരാളാണ്. ഇപ്പം നമുക്ക് നഫിലിനോട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കാം. നഫിൽ, എന്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് മാക്സിമം ഫുട്ബോൾ നെക്സ്റ്റ് ആൾ എന്നൊരു കാറ്റഗറിയിലാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടാൻ സാധിച്ചത്. ഏകദേശം എത്ര നെക്സ്റ്റ് ആണ് ചെയ്തത്? ഏകദേശം ഒരു മിനിറ്റിൽ 54 പ്രാവശ്യം നെക്സ്റ്റ് ആൾ ചെയ്തിട്ടാണ് റെക്കോർഡ് നേടാൻ സാധിച്ചത്. ഇപ്പോൾ നെക്സ്റ്റ് ആളിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ റെക്കോർഡിക്ക് എത്തണം എന്നുള്ളൊരു പ്രചോദനം അതൊന്ന് കിട്ടിയത്? എത്തണം എന്നുള്ളൊരു പ്രചോദനം കിട്ടിയത് ചോദിച്ചാൽ, അതായത് ഞാൻ അങ്ങനെ ഫ്രീ സ്റ്റൈലൊക്കെ മുന്നേ ചെയ്തിരുന്നു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ റെക്കോർഡ് നേടണം. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിന് ഒരാൾക്ക് റെക്കോർഡ് കിട്ടിയത് കണ്ടപ്പോൾ എനിക്കും തോന്നിയ ഒരു റെക്കോർഡൊക്കെ നേടണം. അപ്പോൾ അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നമുക്ക് പറ്റിയ റെക്കോർഡ് ഏതാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് മാക്സിമം ഫുട്ബോൾ നെക്സ്റ്റ് ആൾ എന്നൊരു കാറ്റഗറി കാണുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും അത് നേടാൻ സാധിക്കുകയും ചെയ്തു. ഏകദേശം എത്ര എടുത്തു പോയി നെക്സ്റ്റ് ആൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് കൊണ്ടുവരണമല്ലോ? ഏകദേശം എത്ര എടുത്ത ടൈം എടുത്തു? 1 വർഷം 1.5 വർഷമായിട്ട് ഞാൻ സ്കിൽസും കാര്യങ്ങളായിട്ടൊക്കെ ഇതിന് പുറകുണ്ട്. ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്താണ്. ഈ ഒരു നെക്സ്റ്റ് ആൾ എന്ന കാറ്റഗറിയിൽ വരികയും ആ റെക്കോർഡ് നേടാൻ സാധിച്ചൊരു 6 മാസമൊക്കെ എടുത്തു പ്രാക്ടീസ്. അതായത് എൻ്റെ റെക്കോർഡ് ഒരു വട്ടമാണ് കൊടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ റെക്കോർഡ് ഒരാൾ മറികടന്നു. കൊടുത്തത് ആദ്യം ഫസ്റ്റ് കൊടുത്തത് 49 അപ്പോൾ 49 ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ മരിയ ബിജു പറഞ്ഞ പെൺകുട്ടി എൻ്റെ റെക്കോർഡ് മറികടക്കുക 50 ആക്കി. അപ്പൊ എനിക്ക് റിവെഞ്ച് എന്നുള്ള രീതിക്കാണ് അത് വീണ്ടും മറികടന്നു. 54 ആക്കി. ഇപ്പൊ നിലവിൽ റെക്കോർഡിങ് എനിക്കാണ്. ആരൊക്കെയാണ് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നത് ഇതില്? മെയിൻ സപ്പോർട്ട് ചെയ്ത ഫാദർ, ഗ്രാൻഡ് ഫാദർ, വീട്ടിലോല്. പിന്നെ എനിക്കൊരു അനിയത്തി ഉണ്ട്. അനിയത്തിനെ എടുത്ത് പറയണം. അതായത് എന്റെ കാര്യങ്ങളൊക്കെ ഓളാണ് ചെയ്തന്നീനെ. അനിയത്തി ഉണ്ട്. ഓള് +2 പഠിക്കണേ. ഇപ്പോൾ +2 എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ സ്റ്റഡി ആയിട്ട് ഇപ്പൊ അതിന്റെ വർക്കിലാണ്. എക്സാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എഡിറ്റിങ്ങിനും കാര്യങ്ങളും ഒക്കെ അവളെ നല്ല സപ്പോർട്ട് പ്രവർത്തനം ചെയ്തത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരാള് ഉപ്പയാണ് കൂടുതൽ നമ്മളെ മോട്ടിവേഷൻ ചെയ്തിരുന്നത്. ബോൾ വേണമെന്ന് വെച്ചാൽ ബോൾ വാങ്ങിത്തരാ, ബൂട്ട് കാര്യങ്ങൾ, പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒരുക്കി തന്നിരുന്ന ഉപ്പായിരുന്നു. ഇപ്പോൾ ഇവിടെ അല്ല, വടകര അവിടെ വർക്കിലാണ്, കൺസ്ട്രക്ഷൻ വർക്കിലാണ്. ഇപ്പോൾ ഇവിടെ അല്ല. ഉപ്പ, ഗ്രാൻഡ് ഫാദർ, പിന്നെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാര് അവരൊക്കെ നല്ല സപ്പോർട്ട്. പിന്നെ എസ്പെഷ്യലി പറയാൻ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ജാമിയ സലഫിയ പുളിക്കൽ അവിടെ പഠിക്കണേ. അപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അപ്ലൈ ചെയ്യാണല്ലോ ഇതിന് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്യാണല്ലോ. അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? അതായത് ഗൂഗിളിൽ നമ്മൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് സെർച്ച് ചെയ്യുകയും അതിൽ കാണാം ഇതിലിപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ ആ ലിങ്കിൽ കയറിയാണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുകയും പിന്നെ മെയിൽ വഴി ആക്കാരം കോൺടാക്ട് ചെയ്യുക. അങ്ങനെ മെയിൽ വഴി ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മെയിൽ അയക്കും വീഡിയോ അയക്കാൻ വേണ്ടി. പിന്നെ വീഡിയോ അയച്ചാൽ അതുപോലെ മറ്റേ സെലക്ട് ആക്കിയാണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് മെയിൽ അയക്കും 7 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ നമ്മളെന്തെങ്കിലും ഉത്തരം കൊടുത്തിട്ട് അതിന് ആൻസർ ചെയ്യുക. അങ്ങനെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് സംഭവങ്ങൾ ചെയ്യണേ. എന്തായാലും ഒരു മാസം 1.5 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ വീഡിയോ എടുത്താൽ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കുക ചെയ്യാം. വീഡിയോ ഓൺലൈനിലായിരുന്നു കാര്യങ്ങൾ. അതായത് നമ്മൾ വീഡിയോ എടുത്താണ്ട് നമ്മൾ മെയിൽ വഴി അയക്കുമായിരുന്നു. ഇവിടെ അതിന്റെ ഏജൻസി കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓൺലൈനിലായിരുന്നു. നമുക്ക് എനിക്ക് റെക്കോർഡിൽ ഇട്ടിയ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് അവിടുന്ന് കിട്ടിയത്. ഇപ്പം നമുക്ക് ഇങ്ങനെ ബോക്സിലാണ് അവിടുന്ന് കിട്ടിയത്. പിന്നെ അവരുടെ തന്നെ മെഡൽ കിട്ടിയാണ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. പിന്നെ അവരുടെ ഒരു ID കാർഡ്, പിന്നെ സർട്ടിഫിക്കറ്റ്, പിന്നെ അവരുടെ ഒരു ബാഡ്ജ്, പിന്നെ അവരുടെ ഒരു പെന്ന് നല്ല വെയിറ്റുള്ള പേന കേട്ടോ. പിന്നെ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നുള്ള ഒരു പുസ്തകം 2022 നടന്ന ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലേ? അതിലെല്ലാ ലിസ്റ്റും ഉണ്ടാവും.
നല്ല ഫാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നഫീലിന് കിട്ടിയ അംഗീകാരം. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.